ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തു സബ 9, 10, 11 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം. അഫലം യറൗ എന്ന് പറയുമ്പോൾ സക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. യറൗ എന്നതിലെ റായിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഇവിടെ യറൗ എന്നതിലെ റായിനെ തഫ്ഖീം ചെയ്യണം. അല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തന്നെ തഫ്ഖീം വരുന്നില്ല. എല്ലാം ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതായ അക്ഷരങ്ങളാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വീണ്ടും ഇൽഹാർ ഷഫവി, ശേഷം വാവ് വന്നതുകൊണ്ട് പ്രത്യേകം സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുകയും വേണം. ഐദീഹിം വമാ എന്ന് പാരായണം ചെയ്യണം. വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ്. ഖൽഫഹും ഇതിൽ ഖാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ് ഖാ. ഈ പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അത് അസ്ലിൽ അത് ഇദ്ഗാം മുതമാസിലൈനിയാണ്. ഇദ്ഗാം മുതമാസിലൈനി സഗീറാണ്. ഒറ്റ ഷദ്ദുള്ള മീമാക്കി മണിച്ചുച്ചരിക്കുക. വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ്. മിനസ് സമാഇ, ഈ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വൽ അർദ്, റാ, ദ്വാദ്, രണ്ടക്ഷരങ്ങൾക്കും സുക്കൂൻ വരുന്നു. രണ്ടും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. വൽ അർദ്, അവിടെ അർദ് എന്ന് ശബ്ദചലനം കൂടുതൽ വന്ന് ഖൽഖല വരാതെ സൂക്ഷിക്കേണ്ടതാണ്. വൽ അർദ്. ഇന്നശ, അവിടെ സക്കിന നൂനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഇതും ഇദ്ഗാം മുതമാസിലൈനിയായി പരിഗണിക്കപ്പെടുന്നതാണ്. രണ്ടും ഒരേപോലെയുള്ള അക്ഷരങ്ങളാണ് എന്നതുകൊണ്ട് ഇന്നശ എന്ന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നശ നഖ്സിഫ്, നശ നഖ്സിഫ് സൂക്ഷിച്ച് ഓതണം. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. നശ എന്ന് പറയരുത്. നശ നഖ്സിഫ്, നഖ്, ഖാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഖാഇനെ ഉച്ചരിക്കുക. നഖ്സിഫ് ബിഹിമുൽ അർദ ഔ നുസ്ഖിത. അൽ അർദ, റായിനും ദ്വാദിനും തഫ്ഖീമാണ്. ദ്വാദ് ഖവിയായ മുത്ബഖായ മുസ്താലിയായ അക്ഷരമാണ്. അതോടൊപ്പം ഇസ്തിതാലത്ത് എന്ന ഒരു പ്രത്യേകമായ സിഫത്തും അതിനുണ്ട്. ശരിയായ വിധത്തിൽ അത് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൽ അർള, ല എന്ന് മുൻപല്ലും നാവിൻ്റെ അറ്റവും ചേർത്തുകൊണ്ട് ഉച്ചരിക്കൽ തെറ്റാണ്. വൽ അർദ, ദ എന്ന അതിൻ്റെ ശബ്ദം അതിന് കൊടുത്തു. വൽ അർദ ഔ നുസ്ഖിത. നുസ്ഖിത, ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. താഇന് ഖൽഖലയും
തഫ്ഖീമും കൊടുക്കുക, ഖൽഖല സുഗ്റ. ഔ നുസ്ഖിതു അലൈഹിം കിസഫ, അലൈഹിം കിസഫ, സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അലൈഹിം ഐന് തവസ്സുത്തിന്റെ അക്ഷരമാണ്, ശ്രദ്ധിച്ചോതുക. അലൈഹിം കിസഫൻ മിനസ്സമാ, കിസഫൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ആംബിഗുന്ന ക്യാമിൽ. മിനസ്സമാ ആ ദീർഘം 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്തോ അല്ലെങ്കിൽ 6 വരെയോ 6 ഹറക്കത്തിൻ്റെ അളവ് വരെയോ ആകാവുന്നതാണ്. മിനസ്സമാ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുക. ഇന്ന ഫീ ദാലിക ലആയതൻ ലികുല്ലി അബ്ദിൻ മുനീബ്. ഇന്ന നൂൻ മുഷദ്ദദ മണിക്കണം, ഷദ് നൽകപ്പെട്ട നൂൻ. ലആയതൻ ലി, ലആയതൻ തൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലആയതൻ ലികുല്ലി അബ്ദിൻ, ബാഇന് ഖൽഖല സുഗ്റ കൊടുക്കുക, ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. തൻവീനിനെ അബ്ദിൻ എന്ന തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകുക, മണിച്ചോതുക. മുനീബ്, ബാഇന് ഖൽഖല കുബ്ര നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. ശബ്ദം ശരിയായ വിധത്തിൽ ഹർക്കത്ത് പോലെ ചലിപ്പിച്ച് ഉച്ചരിച്ച് നിർത്തുക. അബ്ദിൻ മുനീബ്. വലഖദ് ആതൈന, വലഖദ് ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ദാലിന് ഖൽഖല സുഗ്റ നൽകുക. വലഖദ് ആതൈന ദാവൂദ. എല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളായതുകൊണ്ട് തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കുക. ഒന്നിനും തടിപ്പിച്ച് തഫ്ഖീമായി പോവാതെ സൂക്ഷിക്കുക. ആതൈന ദാവൂദ മിന്ന ഫദ്ല, മിന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ഫദ്ല, ഫദ്ലൻ എന്ന അലിഫിന് മദ്ദുൽ ഇവദ് കൊടുത്ത് നിർത്തി തൻവീനിനെ അലിഫാക്കി മാറ്റി വഖഫ് ചെയ്യണം എന്നതാണ്. അവിടെ അലിഫിൽ കൂടുതൽ ദീർഘം വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഫദ്ല എന്ന് നീട്ടി പറയും ചിലർ, തെറ്റാണ്. ദ്വാദ് തഫ്ഖീം ചെയ്ത് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഫദ്ല ചേർത്ത് ഓതുകയാണെങ്കിൽ തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഫദ്ലൻ യാ ജിബാലു, യാ ജിബാലു അവ്വിബി മഅഹു വത്ത്വയ്ർ, യാ ജിബാലു അവ്വിബി, അവ്വിബി മഅഹു വത്ത്വയ്ർ. അവിടെ മദ് ആരിദ് ലിസ്സുക്കൂൻ, സുക്കൂൻ വരുന്നതിനാലുള്ള ആരിദിൻ്റെ ഹുക്മ് കൊടുത്തുകൊണ്ട് ദീർഘിപ്പിക്കാവുന്നതാണ്. ലീനിൻ്റെ ഹർഫായ യായിനെ. വത്ത്വയ്ർ, അതായത് മദ്ദുല്ലീനാണ്. അത് എന്ത് ചെയ്യാം, 4 അല്ലെങ്കിൽ വേണമെങ്കിൽ 6 ഹർക്കത്തിൻ്റെ അളവ് വരെയോ നീട്ടാവുന്നതാണ്. തവസ്സുത്ത് ആണ് നമ്മൾ പാരായണത്തിൽ മിതമായ രീതി സ്വീകരിക്കുന്നതാണ് ഉത്തമം. വത്ത്വയ്ർ എന്ന് പറയുമ്പോൾ ത്വാഇന് തഫ്ഖീമാണ്, തടിപ്പിച്ച് ത്വാ ഉച്ചരിക്കുകയും റാഇന് തർക്കീഖ് കൊടുക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. റാ സുക്കൂൻ വരുന്നു, തൊട്ടു മുമ്പിൽ സാക്കിനായ യാവുമുണ്ട് എന്നതുകൊണ്ട്.
وألنا له الحديد وألنا ഷദ്ദുള്ള നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ. ലഹുൽ ഹദീദ്. ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. അനിഅമൽ സാബിഗാതിൻ വഖദ്ദിർ. അനിഅമൽ അൻ ഇഅമൽ രണ്ട് പദങ്ങൾ ചേർത്തപ്പോൾ ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി നൂനിൻ്റെ സുക്കൂൻ കസ്റായി മാറി. അനിഅമൽ സാബിഗാതിൻ. ഗൈനിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ചോദനം. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിൽ ലയിപ്പിച്ച് മണിക്കുക. സാബിഗാതിൻ വഖദ്ദിർ ഫിസ്സർദ്. വഖദ്ദിർ ഫിസ്സർദ്. ഖാഫിന് തഫ്ഖീം കൊടുക്കുക, പൂർണ്ണമായ തഫ്ഖീം. റായിന് തർക്കീഖ് നൽകണം, നേർപ്പിച്ച് റായിനെ ഉച്ചരിക്കണം. റായിന് സുക്കൂനും മുമ്പിൽ കസ്റുമുള്ളതുണ്ട്. വഖദ്ദിർ ഫിസ്സർദ്. റായിന് തഫ്ഖീമാണ്. ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. വഅമലൂ സാലിഹാ ചേർത്തോതുകയാണെങ്കിൽ ഫിസ്സർദി വഅമലൂ സാലിഹാ. സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്. സോ എന്ന ശബ്ദം. സാലിഹ എന്നാൽ ഹ എന്ന് പറയുമ്പോൾ നേർ വിപരീതമായ തർക്കീഖ് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. ഇന്നി ബിമാ തഅമലൂന ബസീർ. ഇന്നി നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഷദ്ദുള്ള നൂനാണ്. ബിമാ തഅമലൂന ആയിനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ബസീർ. സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. റായിൽ പൂർണ്ണമായ തർക്കീഖ് നൽകി ബസീർ എന്ന് ഓതേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أفلم يروا إلى ما بين أيديهم وما خلفهم من السماء والأرض إن نشأ نخسف بهم الأرض أو نسقط عليهم كسفا من السماء إن في ذلك لآية لكل عبد منيب. ولقد آتينا داود منا فضلا يا جبال أوبي معه والطير وألنا له الحديد أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير.